ഇടതുപക്ഷത്തോടുള്ള ചോദ്യം, അതായത് ഈ ഇലക്ട്രൽ ബോണ്ട് കേസ് അടക്കം അതുപോലെ പൗരത്വ പ്രശ്നം അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ ബി.ജെ.പിക്ക് ശക്തമായ എതിർപ്പ് സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടോ? യു.ഡി.എഫിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയുമോ? ഈ രണ്ടിനെയും ഇടതുപക്ഷം എങ്ങനെയാണ് വോട്ടർമാരോട് സമീപിക്കുന്നത്? ആദ്യം ഇൻട്രോയിൽ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞ കാര്യം കറക്റ്റാണ്. കാരണം ആലപ്പുഴയിലും കേരളത്തിലും UDF LDF ഫൈറ്റാണ്. അത്രയുള്ള കാര്യം. എവിടെയാണ് അല്ലാതെ ആലപ്പുഴയിൽ? അതുകൊണ്ട് ആ കാര്യം ഞാൻ പറയുന്നത് BJP ഇദ്ദേഹം പറഞ്ഞല്ലോ 400 സീറ്റ് പറയാം. ഞാൻ ചോദിക്കാം, കേരളത്തിൽ ബെറ്റ് വയ്ക്കുന്നു, BJP 400 സീറ്റ് ബെറ്റ് വയ്ക്കുന്നു. കേരളത്തിൽ ഇപ്പൊ നടന്ന 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ആ തെരഞ്ഞെടുപ്പ് നിങ്ങൾ കിട്ടിയ വോട്ട് നിങ്ങൾ നോക്ക്. സുഹൃത്ത്, ഞാൻ പറയട്ടെ, നമ്മൾ തർക്കത്തിന് പറയണ്ട, ഞാൻ പറയട്ടെ. 9.8% വോട്ട് കുറവാണ്. നിങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയതിനേക്കാളും നിങ്ങളുടെ വോട്ട് മധ്യപ്രദേശോ ടോട്ടൽ ലോകസഭയിൽ കിട്ടിയ വോട്ടിനേക്കാൾ 9.8% കുറവാണ്. ആ ശതമാനം വോട്ട് കുറയുമ്പോ എങ്ങനെ സീറ്റ് കൂടുമെന്നാണ് നിങ്ങൾ പറയുന്നേ? എവിടെയാ? കേരളത്തിൽ സീറ്റ് കിട്ടുമോ? തമിഴ്നാട്ടിൽ കിട്ടുമോ? തമിഴ്നാട്ടിൽ കിട്ടോ? ആന്ധ്രയിൽ കിട്ടോ? കർണാടക സീറ്റ് കുറയില്ലേ? എവിടെ കിട്ടുമെന്നാ? ബീഹാർ സീറ്റ് കുറയില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ഉണ്ടെന്ന് പറയുന്ന സംസ്ഥാനത്തെ സീറ്റ് കുറയാനാണ് ചാൻസ്. അവിടെ കുറയുമ്പോ കോൺഗ്രസ് ജയിക്കുമെന്നല്ല. കാരണം കോൺഗ്രസ് 175 സീറ്റ്, കഴിഞ്ഞ ലക്ഷം 175 സീറ്റ് പറയട്ടെ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 175 സീറ്റ് നേർക്ക് നേരെ BJP കോൺഗ്രസ് മത്സരിച്ചു. ഇവർ ആകെ ജയിച്ച 15 സീറ്റാണ് ആകെ ജയിച്ചത്. അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് 180 സീറ്റ് 20 ജയിച്ചേ. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അല്ലാത്ത പ്രാദേശിക പാർട്ടികൾ, ഇടതു പാർട്ടികൾ മത്സരിക്കുന്ന സ്റ്റേറ്റുകളിൽ ആ സീറ്റ് ഉയർന്നു വരും. അതുകൊണ്ട് BJP അല്ലാത്ത പ്രാദേശിക പാർട്ടി ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെ യോജിപ്പോടെ കൂടെ നിന്നാൽ ഈ പറഞ്ഞ സീറ്റിന്റെ അടുത്തെങ്ങും വരാനേ പോകുന്നില്ല. അതാണ് യാഥാർത്ഥ്യം.